ഗൈസ്, ഇന്നലെ ബാംഗ്ലൂരിൽ വെച്ചൊരു കിടിലൻ ഒരു സൈനിങ് രണ്ട് സൈനിങ് ഇപ്പം നടന്നിട്ടുണ്ട്. അതിലൊരു സൈനിങ് ആണ് ഇപ്പോൾ ഞാൻ പറയാൻ പോണത്. ആൽബർട്ടോ നൊഗുവരയ്ക്ക് പകരം BFC ഒരു അർജന്റീൻ താരത്തെ BFC ആ ഒരു മിഡ്ഫീൽഡിലേക്ക് അല്ലെങ്കിൽ ഒരു അറ്റാക്കിംഗ് പൊസിഷനിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. താരത്തിൻ്റെ പേര് വരുന്നത് ബ്രയൻ സാഞ്ചസ് എന്നാണ്. താരം അത്യാവശ്യം നല്ല പ്രൊഫൈലുള്ള പ്ലെയർ തന്നെയാണ്. അർജൻറ്റീനയുടെ ആ ഒരു ടീമിലൊക്കെ കളിച്ചിട്ടുള്ള ഒരു മികവുള്ള ഒരു താരമാണ്. 16 മത്സരങ്ങളെങ്ങാണ്ട് അർജൻറ്റീനയ്ക്ക് വേണ്ടി താരം കളിച്ചിട്ടുള്ളതെല്ലാം അർജൻറ്റീൻ ക്ലബ്ബുകളൊക്കെ തന്നെയാണ്. താരത്തിൻ്റെ സ്റ്റാറ്റൊക്കെ അങ്ങനെയാണ് കാണാൻ കഴിയുന്നത്. അത്യാവശ്യം ഭേദപ്പെട്ട സ്റ്റാറ്റസ് തന്നെയാണ്. BFCക്ക് അനുയോജ്യമായ താരം തന്നെയാണ്. താരത്തിൻ്റെ ഹൈറ്റ് വരുന്നത് ഏകദേശം 1.70 ആണ് CM. പിന്നെ പൊസിഷൻ അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ആണ് മെയിൻ പൊസിഷൻ. അനദർ പൊസിഷൻ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് സ്ട്രൈക്കറായിട്ട് താരം തിളങ്ങും. പിന്നെ അർജന്റീനയ്ക്ക് വേണ്ടി 11 മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട്. അത് ഗോളൊന്നുമില്ല, അസിസ്റ്റും ഇല്ല, പക്ഷെ 2 യെല്ലോ കാർഡുണ്ട്. പിന്നെ അർജന്റീന സ്റ്റാർട്ടിങ്ങിലൊക്കെ 31% കാണിക്കുന്നുള്ളൂ. പിന്നെ മിനിറ്റ് 34% കാണിക്കുന്നുള്ളൂ. പിന്നെ ഗോൾ പെർസെൻറ്റേജ് ഒന്നുമില്ല, 0% ആണ് ഗോള്. പിന്നെ മാർക്കറ്റ് വാല്യൂ വരുന്നത് ഏകദേശം 8 കോടി അല്ലെ 8 ലക്ഷമാണ് 8 ലക്ഷമാണ് വരുന്നത്. പിന്നെ ഇപ്പം കളിച്ചുകൊണ്ടിരിക്കുന്ന ക്ലബ്ബ് ഡീപോർട്ടിവോ റിസ്റ്റെറ എന്ന് പറയുന്നൊരു ക്ലബ്ബിലാണ്, ഒരു അർജന്റീന ക്ലബ്ബിലാണ് താരം ഇപ്പം കളിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ BFCയിലേക്ക് വന്നിട്ടുണ്ട്. താരത്തിൻ്റെ കരാർ അവിടെ ജൂൺ 30 താരത്തിൻ്റെ കരാർ ആ ഒരു അർജന്റീന ക്ലബ്ബിൽ തീരുകയാണ്. താരം ആ ക്ലബ്ബിൽ വന്നത് ജൂൺ 1, 2024 ആ താരം ആ ക്ലബ്ബിൽ വന്നത്. ഇവിടെ ഇപ്പം താരം എത്തിക്കഴിഞ്ഞു. പിന്നെ താരത്തിൻ്റെ വേറൊരു ഇതെന്ന് പറയാൻ, താരം ട്രാൻസ്ഫേഴ്സ് ഒരു ഡീപ് കിസ്ട്ര എന്ന് പറയുന്ന ക്ലബ്ബിൽ, അർജന്റീന ക്ലബ്ബിൽ 2024-25 താരം ജൂൺ 1, 2024 വന്നു. പിന്നെ 2023-24 CM ടെമ്പറലി എന്ന ക്ലബ്ബിൽ ജാനുവരി 15, 2024. പിന്നെ ഇൻഡ് രവി ഡേവിസ് എന്ന ക്ലബ്ബിൽ ജൂൺ 3, 2023. പിന്നെ 2021 ആഴ്സണൽ സറാദി ഫെബ്രുവരി 3, 2022 കളിച്ചിട്ടുണ്ട്. പിന്നെ 2021 ഡീപ് റെസ്റ്റ് നമ്മൾ പറഞ്ഞ ആദ്യമത്തെ ക്ലബ്ബിലും ജൂൺ 30, 2024 കളിച്ചിട്ടുണ്ട്. പിന്നെ 2020 അങ്ങനെ സീസണിലൊക്കെ ഈ താരം ഡീപ്പ് എന്ന് പറഞ്ഞ ആ ഒരു ക്ലബ്ബിൽ തന്നെയാണ് താരത്തിൻ്റെ സേവനം കാണുന്നത്. ഇത്രയുള്ള അത്യാവശ്യം മികച്ച ഒരു സ്റ്റാറ്റ് തന്നെ താരത്തിനുണ്ട്. താരം നല്ലപോലെ BFCക്ക് നല്ലൊരു അനുയോജ്യമായ താരം തന്നെയാണ്. ഈ താരത്തെ BFC കൊണ്ടിട്ട് എന്ന് കൊണ്ടുവന്ന് കഴിഞ്ഞു. BFCക്ക് അത് നമുക്കൊരു അനുയോജ്യം അല്ലെങ്കിൽ ഒരു പ്രയോജനകരമാക്കാൻ പറ്റട്ടെ എന്ന് നമുക്ക് ആശിക്കാം. ഇത്രയുള്ള BFC ആൽബർട്ടോ നൊഗുവരയ്ക്ക് പകരം പുതിയൊരു താരത്തെ, ഒരു അർജന്റീൻ താരത്തെ മിഡ്ഫീൽഡിലേക്ക് സൈൻ ചെയ്തിരിക്കുകയാണ്.